സെപ്റ്റംബർ മാസം PCOD മന്ത് ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യണത്. എന്തിനാണ് PCODക്ക് ഇത്ര പ്രധാനം? PCOD ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കുറച്ച് സമയമായിട്ട് ഒരു എപ്പിഡമിക് ആയിട്ട് വളർന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് ഈ അസുഖമായിട്ട് നമ്മൾ കാണുന്നുണ്ട് OP-യിൽ. ഓക്കെ, അപ്പൊ നമ്മൾ 10 പേരിനെ എടുക്കുകയാണെങ്കിൽ 4 പേർക്ക് PCOD ഉള്ളതായിട്ടാണ് കണക്ക്. എന്തുകൊണ്ടാണ് PCOD ഇത്ര അധികം കൂടിയിട്ടുള്ളത്? മെയിൻ ആയിട്ട് ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഓക്കെ, PCOD ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ട് തന്നെയാണ് കരുതുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ദിനചര്യകൾ കറക്റ്റ് അല്ലാതെ, നമ്മൾ ഉറക്കം കറക്റ്റ് അല്ലാതെ, നമ്മൾ എക്സസൈസ് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് PCOD ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണണം. എന്തൊക്കെ മെഡിക്കേഷൻസും കാര്യങ്ങളും വേണമെന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ആവശ്യം വരാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഡെർമറ്റോളജിസ്റ്റിന്റെ സ്കിൻ ഡോക്ടറിന്റെ ആവശ്യം വരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ PCOD സംബന്ധമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? ഇൻസുലിൻ പറഞ്ഞാൽ എന്താണ്? ഇൻസുലിൻ ഹോർമോൺ ആണ്. ഇൻസുലിന്റെ ജോലി എന്താണ്? നമ്മുടെ ഗ്ലൂക്കോസ് നമ്മുടെ സെൽസിലേക്ക് തരുന്ന ജോലിയാണ്. ഓക്കെ, ഗ്ലൂക്കോസ് എടുത്തിട്ട് സെൽസിലേക്ക് തരും. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആകുമ്പോൾ എന്താണ്? ഈ ജോലി നടക്കില്ല. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇൻസുലിന്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഡയബറ്റീസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി PCOD നമ്മൾ ട്രീറ്റ് ചെയ്യാതെ പോയി നമ്മൾ അത് നിസ്സാരവൽക്കരിച്ചു, നമുക്ക് ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഇൻഫെർട്ടിലിറ്റി കഴിഞ്ഞൊരു 40 വയസ്സ് കഴിഞ്ഞ് നമ്മൾ അപ്പോഴും നോക്കിയിട്ടില്ല, എന്ത് പ്രശ്നമാണ് വരിക? നമുക്ക് പെട്ടെന്ന് ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് പ്രഷർ സംബന്ധമായിട്ടുള്ള അസുഖം വരാൻ ചാൻസ് ഉണ്ട്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി അധികം അൺകൺട്രോൾ ആയിട്ട് പോയാൽ ക്യാൻസർ വരാനുള്ള ചാൻസ് വരും, എൻഡോമെട്രിയൽ ക്യാൻസർ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മെൻസസിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ രോമവളർച്ച കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണുമല്ലോ.